ഹായ് വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഇന്നാളെ നമ്മൾ ഇതിൻ്റെ 5ാമത്തെ സീരീസും ചെയ്തു. അതിനുശേഷം നമ്മൾ 71ാമത് നാഷണൽ ഫിലിം ഫെയർ അവാർഡും നോക്കി. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ അടുത്ത സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 2025 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടിക ഉൾപ്പെട്ട കേരളത്തിലെ മേഖല ഏതാണ്? അത് വർക്കല കുന്നുകളാണ് കേട്ടോ. എന്താണ് 2025 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കരട് പട്ടികയിലാണ് കേട്ടോ. യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ മേഖലയാണ് വർക്കല കുന്നുകൾ. എന്താണ് കരട് ലോക പൈതൃക പട്ടിക എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാലുണ്ട് ഇത് എഴുതേണ്ട വർക്കല കുന്നുകളെ. ഈ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചസാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചസാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. ഏതാണ്? മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചസാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം. ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇനി ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളിൽ 1ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തി ഇന്ത്യക്കാരി ആരാന്ന് വെച്ചാൽ ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാന. ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളിൽ 1ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തി ഇന്ത്യക്കാരി ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. അപ്പം ഒന്നുകൂടെ നോക്കിയാൽ 2025 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ മേഖലയുടെ വർക്കല കുന്നുകളാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചസാര ബോർഡ് ആരംഭിച്ച സംസ്ഥാനം. പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡ് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അതാണ് അത് മഹാരാഷ്ട്രയാണ്. ഇനി ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളിൽ 1ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തി ഇന്ത്യക്കാർ. അതായത് ICCന്റെ ആയിട്ട് BCC അല്ല, ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളുടെ ഇതിൽ വിഭാഗത്തിൽ 1ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തിയ ആരാണ്? സ്മൃതി മന്ദാനയാണ്. ആരാണ്? സ്മൃതി മന്ദാന. ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2025 ലഭിച്ച ആരാണ്? മോഹൻലാലുണ്ട്. നമ്മുടെ സ്വന്തം മോഹൻലാലിനാണ് ഇത്തവണത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിനാണ്. മോഹൻലാൽ കിട്ടിയിരിക്കുന്ന ഇതിനാണ് 2023 അവാർഡിന് ഇതിന്റെ ബേസിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനാണ് ലഭിച്ചിരിക്കുന്നത്. 2023 ഇതാണ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തത് പ്രഖ്യാപിച്ച 2025 കൊടുത്തത് അതിന് 2023 വർഷം കേട്ടോ. അത് പ്രത്യേകം ഓർത്ത് വെച്ചാൽ 2023 വർഷത്തിന്റെ അവാർഡാണ് 2025 കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കണേ. ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണ പദ്ധതി അതേതാണ്? ആ സൂതികാ മിത്ര എന്ന് പറയുന്ന ഇതാണ് കേട്ടോ, പദ്ധതിയാണ്. നമ്മൾ ഈ പദ്ധതികൾ സർക്കാരിന്റെ പദ്ധതികളെല്ലാം പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കറണ്ട് അഫെയർ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിയിൽ അതൊരു ടോപ്പിക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പം എല്ലാത്തിലും വരുന്ന ടോപ്പിക്കായിട്ട് മെയിനായിട്ടൊരു ടോപ്പിക്കായിട്ട് വരുന്നതാണ് ഈ പദ്ധതികൾ. അത് നമ്മൾ ആരോഗ്യ മേഖല പദ്ധതികളുണ്ട്, സ്ത്രീ സംരക്ഷണ പദ്ധതികളുണ്ട്, വയോജന പദ്ധതികളുണ്ട്, കുട്ടികളുടെ സംരക്ഷണ പദ്ധതികളുണ്ട്, അംഗവൈകല്യർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി, അങ്ങനെ പലർക്കും അങ്ങനെ ഒരുപാട് മേഖലകളിൽ പദ്ധതികൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള പദ്ധതികളെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം അതിലൊന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് ഒന്നാണ് ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണ പദ്ധതിയാണ് ഇത് സൂതികാ മിത്ര. പിന്നെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം അതാണ്? അത് സർവേഷ് അനിൽ കുഷാരയാണ്. ആരാണ്? സർവേഷ് അനിൽ കുഷാര. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം കേട്ടോ. ആരാണത്? സർവേഷ് അനിൽ കുഷാരെ. ആരാണ്? സർവേഷ് അനിൽ കുഷാരെ. ഇപ്പൊ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് 2025 ലഭിച്ച ആരാണ്? നമ്മുടെ സ്വന്തം മോഹൻലാലിനാണ് കേട്ടോ. നമ്മുടെ സ്വന്തം മോഹൻലാലിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ പരിചരണ പദ്ധതി ഏതാണ്? അത് സൂതികാ മിത്രാണ് കേട്ടോ. ഏതാണ്? സൂതികാ മിത്രം പദ്ധതിയാണ്. ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ചോദിച്ചാലാണ്? അത് സർവേഷ് അനിൽ കുഷാരെ. ആരാണ്? സർവേഷ് അനിൽ കുഷാരെ. സർവേഷ് അനിൽ കുഷാരെ. ഇനി 2025 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ലഭിച്ച മുൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാലാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. 2025 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ലഭിച്ച മുൻ പ്രധാനമന്ത്രി ആരാണ്? അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇനി വേൾഡ് ടാലന്റ് റാങ്കിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അത് 63 റാങ്ക് കേട്ടോ. വേൾഡ് ടാലന്റ് റാങ്ക് 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 63. ഇനി ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ അത് അപ്പോളോ ടയർസ് ആണ് കേട്ടോ. ഇത് നേരത്തെ ആരായിരുന്നു? നേരത്തെ ഡ്രീം 11 ആയിരുന്നു. അപ്പൊ ഡ്രീം 11 പോലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, മറ്റേ ചൂതാട്ട പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ, ഓൺലൈൻ ചൂതാട്ട പ്ലാറ്റ്ഫോമുകളെല്ലാം ഇന്ത്യ റദ്ദ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്രീം 11 എന്ന് പറഞ്ഞ കമ്പനിക്ക് അത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്തു? ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അപ്പൊ അതിന് പകരമായിട്ട് പുതിയതായിട്ട് സ്പോൺസർഷിപ്പിലേക്ക് വന്നിരിക്കുന്ന കമ്പനി അതാണ്? അത് അപ്പോളോ ടയേഴ്സ് ആണ്. ഏതാണ്? അപ്പോളോ ടയേഴ്സ്. ഈ 2025 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ആർക്കാണ്? അത് ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. വേൾഡ് ടാലന്റ് റാങ്കിൽ 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അത് 63 റാങ്ക് ഉണ്ട്. എത്രയാണ്? 63 റാങ്ക്. ഇനി ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരാ? അത് അപ്പോളോ ടയേഴ്സ് ആണ് കേട്ടോ. ആരാണ്? അത് അപ്പോളോ ടയേഴ്സ് ആണ്.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ് ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? അത് ഗോലാഘട്ട്, ആസാം സംസ്ഥാനത്തെ ഗോലാഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആസാമിലെ ഗോലാഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. ഏതാണ്? മുള അധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ്, ഗോലാഘട്ട്, ആസാം. ഈ ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേഖ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പദ്ധതികളെല്ലാം നോക്കി വെക്കണം. അപ്പൊ ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേഖ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആ സല്ലാപം പദ്ധതിയുണ്ട്. എന്താണ് സല്ലാപം പദ്ധതി? ഈ 2020 സെപ്റ്റംബർ കണക്ക് പ്രകാരം ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 134 കേട്ടോ. ഇന്ത്യയിൽ ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 സ്ഥാനമാണ് 2020 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം. അത് ഓരോ തവണത്തെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കണക്ക് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം, അത് 2020 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം എത്രയാണ്? 134 അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മുളാധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് എവിടെയാണ്? അത് ഗോലാഘട്ട്, ആസാമാണ്. ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേഖ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം പദ്ധതിയാണ്. എന്താണ്? സല്ലാപം പദ്ധതി. ഈ 2020 സെപ്റ്റംബറിൽ കണക്ക് പ്രകാരം ഫിഫ റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനത്താണ് 134. അത് ഓർത്ത് വെക്കണം. 2020 സെപ്റ്റംബറിലെ കണക്ക് പ്രകാരമാണ്. ഇനിയിപ്പോൾ അടുത്ത എക്സാം വരുമ്പോഴത്തേനും ചിലപ്പോൾ അത് ആ സമയത്തേക്ക് കണക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം വലിയ മാറ്റമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. അപ്പോൾ ഓപ്ഷനിലും ചെറിയ മാറ്റം വരും, അവർ കൊടുക്കുകയുള്ളൂ. അതനുസരിച്ച് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇപ്പം അതേ സെപ്റ്റംബറിലെ കണക്ക് വെച്ച് നോക്കണേ, പ്രത്യേകം നോക്കണേ, എത്രയാണ്? 134. ഇനി സ്ത്രീകൾക്കായി ഏഷ്യയിൽ ആദ്യ ക്യാൻസർ കെയർ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. എവിടെയാണ്? ഡൽഹിയിലാണ് സ്ത്രീകൾക്കായി ഏഷ്യയിൽ ആദ്യ ക്യാൻസർ കെയർ സെന്റർ നിലവിൽ വന്നത്. ഇനി ഏഷ്യയിൽ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? അത് സുരേഖ യാദവാണ്. ആരാണ്? സുരേഖ യാദവാണ്. ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? അത് സുരേഖയാണ്. ഏഷ്യയിൽ, ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണെന്ന് വെച്ചാൽ ആരാണ്? അത് സുരേഖ യാദവാണ്. ആരാണ്? സുരേഖ യാദവ്. ഈ 2020 സെപ്റ്റംബർ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണ്? ചൈനയാണ് കേട്ടോ. ആരാണ്? വ്യാപാര പങ്കാളി. അപ്പം പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? അത് ചൈന തന്നെയാണ്. സ്ത്രീകൾക്ക് ഏഷ്യയിൽ ആദ്യ ക്യാൻസർ സെന്റർ എവിടെയാണ് നിലവന്നത്? അത് ഡൽഹിയാണ്. സ്ത്രീകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏഷ്യയിൽ തന്നെ കേട്ടോ. അത് പ്രത്യേകം നോക്കണം. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ക്യാൻസർ സെന്റർ നിലവന്നത് ഡൽഹിയിലാണ്. ഏഷ്യയിൽ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ് ഉണ്ട്. ആരാണ്? സുരേഖ യാദവ്. 2015 സെപ്റ്റംബറിൽ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണ്? അത് ചൈനയാണ് കേട്ടോ. ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ആരാണ്? അത് ചൈനയാണ്. ഇനി 2025 കേരള കള്ള് വ്യവസായ വികസന ബോർഡ് പുറത്തിറക്കുന്ന കള്ള് ബ്രാൻഡ് ഏതാണ്? അത് K2D എന്ന് പറയും കേട്ടോ. എന്താണ്? K2D. 2025 കേരള കള്ള് വ്യവസായ വികസന ബോർഡ് പുറത്തിറക്കുന്ന കള്ള് ബ്രാൻഡ് ഏതാണ്? K2D. 2025 സെപ്റ്റംബർ മിറ്റക എന്ന ചുഴലിക്കാറ്റ്, മിറ്റക ഏതാണ്? ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്തുക. മിറ്റക എന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചൈനയാണ്. ഈ കറണ്ട് അഫയർ വേണമെങ്കിൽ നേരെ വ്യത്യസ്ത രീതിയിൽ ചോദിക്കാം. അതായത് 2020 സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? അത് മിറ്റകയാണ്. ഇനി മിറ്റക വീശിയ രാജ്യം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. അങ്ങനെ 2-3 രീതിയിൽ ചോദിക്കാം. ഇനി ഈ മിറ്റക ചൈനയിൽ വീശിയ മാസം ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? 2020 സെപ്റ്റംബറിലാണ് കേട്ടോ. അങ്ങനെ ചോദിക്കാം. അപ്പം ഇങ്ങനെ 2-3 രീതിയിൽ ഇങ്ങനെ ഇവർക്ക് വട്ടം നിൽക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് തന്നെ 2-3 രീതിയിൽ അവർക്ക് ചോദിക്കാൻ പറ്റും. അത് പഠിച്ചു നോക്കാം. അപ്പം ഇനി ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജില്ലാ പോലീസ് സൂപ്രണ്ട് നേരിട്ട് പരാതി നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ ഏതാണ്? ദൃഷ്ടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ പേരാണ് ദൃഷ്ടി. ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ നേരിട്ട്, അതായത് താഴെയുള്ളവരെ അല്ലാതെ നേരിട്ട് ജില്ലാ സൂപ്രണ്ടിന് തന്നെ പരാതി നൽകുക. അതിനാരംഭിച്ച പദ്ധതിയാണ് ദൃഷ്ടി. ഈ 2005 കേരള കള്ള് വ്യവസായ ബോർഡിന്റെ പുറത്തിറക്കുന്ന കള്ള് ബ്രാൻഡ് ഏതാണ്? K2D. 2020 സെപ്റ്റംബറിൽ മിറ്റക എന്ന ചുഴലിക്കാറ്റ്, എന്താണ്? മിറ്റക എന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. മിറ്റക എന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ചൈനയാണ്. ഇനി ഗാർഹിക പീഡനം അനുഭവിക്കുന്നവർക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ട് നേരിട്ട് പരാതി നൽകുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ദൃഷ്ടിയാണ്. ഏതാണ്? ദൃഷ്ടി. ഇനി 2021 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇസ്രയേലാണ് കേട്ടോ. ഏതാണ്? ഇസ്രയേലാണ് 2021 സെപ്റ്റംബറിൽ ഇന്ത്യയുമായി ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒപ്പുവെച്ച രാജ്യം. ഈ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? അത് ശാസ്താംകോട്ടയിലാണ് കേട്ടോ. എവിടെ? ശാസ്താംകോട്ടയാണ് രാജ്യത്തെ ആദ്യം ഡിജിറ്റൽ കുടുംബ കോടതി, പ്രത്യേകം ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്. എവിടെയാണ്? ശാസ്താംകോട്ടയില്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആരാണ്? അത് മിഥുൻ മൻഹാസ് ആണ്. ആരാണ്? മിഥുൻ മൻഹാസ് ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. 2005 സെപ്റ്റംബറിൽ ഇന്ത്യന്റെ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ഇസ്രയേലാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? ശാസ്താംകോട്ടയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റ് ആരാണ്? അത് മിഥുൻ മൻഹാസ് ആണ്. ഇനി കേരള മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വന്ന എവിടെയാണ്? അത് ലോത്തലാണ്. എവിടെയാണ്? ലോത്തലാണ് കേരള മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വന്നത്. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്ത്? അത് ആന്ധ്രാപ്രദേശിലുണ്ട്. എന്താണ്?
പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന കേട്ടോ. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല, പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി. ഏതാണ് സ്വകാര്യ സ്വർണ്ണഖനി? ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ഏതാണ്? പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുന്ന ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? അത് ആന്ധ്രാപ്രദേശിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ, പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നതാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വകാര്യ സ്വർണ്ണഖനിയാണ്, അത് ഓർത്തു വെക്കുക. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി. ഏതാണ്? ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഇറാനിലെ ചമ്പഹാർ. ഏതാണ്? ചമ്പഹാർ ആണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി. ചോദിച്ചാൽ ഏതാണ്? അത് ചമ്പഹാർ ആണ്. കേരള മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വന്ന എവിടെയാണ്? ലോകത്തിലാണ്. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ ഖനി ഏത് സംസ്ഥാനത്താണ്? അത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ചമ്പഹാർ ആണ്. ഏതാണ്? ചമ്പഹാർ. ഇനി കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺസ് അവാർഡ് അർഹനായതാണ്? ആര്? രാജ്ദീപ് സർദേശായി ആണ്. ആരാണ്? രാജ്ദീപ് സർദേശായി ആണ് കേട്ടോ കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത്. ഇനി സച്ചിൻ യാദവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ജാവലിൻ ത്രോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ട്ടോ. ആര്? സച്ചിൻ യാദവ്. സച്ചിൻ യാദവ് ആരുമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്ത് കായികമാണ്? അത് ജാവലിൻ ത്രോ ആണ്. സച്ചിൻ യാദവ് ഏത് കായികമാണ്? ജാവലിൻ ത്രോ ആണ്. ഇനി ബാലൻഡിയോർ അവാർഡ് 2025 മികച്ച പുരുഷ താരം. ബാലൻഡിയോർ അവാർഡ് 2025 മികച്ച പുരുഷ താരമാണ് ഉസ്മാനെ ഡംബാലെ. ആരാണ്? ഉസ്മാനെ ഡംബാലെ. ഇനിയിപ്പോ കേരള മിഡിൽ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായതാരാണ്? രാജ്ദീപ് സർ ദേശായി. ആരാണ്? രാജ്ദീപ് സർ ദേശായി ആണ്. സച്ചിൻ യാദവ് ഏത് കായികനെ ബന്ധപ്പെട്ട്? ജാവലിൻ ത്രോ ആണ് കേട്ടോ. സച്ചിൻ യാദവ് ഏത് കായികമാണ്? ജാവലിൻ ത്രോ ആണ്. മാറിപ്പോയത് ജാവലിൻ ത്രോ ആണ്. ഇനി ബാലൻഡിയോർ അവാർഡ് 2025 മികച്ച പുരുഷ താരം ആരാണ്? അത് ഉസ്മാനെ ഡംബാലെ ആണ്. ആരാണ്? പുരുഷ താരം ചോദിച്ചാൽ ഉസ്മാനെ ഡംബാലെയും, വനിതാ താരം ചോദിച്ചാൽ ആരാണ്? അത് വനിത ചോദിച്ചാൽ ഐത്താന ബോൺമാറ്റിയാണ്. ബാലൻഡിയോർ അവാർഡ് 2025 വനിതാ താരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐത്താന ബോൺമാറ്റിയാണ്. പുരുഷ താരം ചോദിച്ചാൽ ആരാണ്? അത് ഉസ്മാനെ ഡംബാലെയാണ്. ഇനി തമിഴ്നാട് സർക്കാരിന്റെ ഈ വർഷത്തെ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ച യേശുദാസിനാണ് കേട്ടോ. 2025 തമിഴ്നാട് സർക്കാരിന്റെ ഈ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? യേശുദാസിനാണ്. ഇന്ത്യൻ ഇൻഷുറൻസ് സേവനങ്ങൾ ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് IRDA പുറത്തിറക്കുന്ന പോർട്ടൽ ഏതാണ്? ഭീമസുഖം. ഏതാണ്? ഭീമസുഖമാണ് ഇന്ത്യൻ ഇൻഷുറൻസ് സേവനങ്ങൾ ഏകീകരിക്കുന്ന ലക്ഷ്യമിട്ട് IRDA പുറത്തിറക്കുന്ന പോർട്ടൽ. ബാലൻഡിയർ അവാർഡ് മികച്ച വനിതാ താരമാണ് ഐത്താന ബോൺമാറ്റിയാണ്. തമിഴ്നാട് സർക്കാരിന്റെ ഈ വർഷത്തെ എം.എസ്. സുബ്ബലക്ഷ്മി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് യേശുദാസിനാണ്. ഇന്ത്യൻ ഇൻഷുറൻസ് സേവനങ്ങൾക്ക് ഏകീകരിക്കാൻ ലക്ഷ്യമിട്ട് IRDA പുറത്തിറക്കിയ പോർട്ടൽ ഏതാണ്? അത് സുഖമാണ്. ഏതാണ്? ഭീമസുഖം. ഇനി ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്ക് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് സ്പെയിനാണ് കേട്ടോ. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്ക് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സ്പെയിനാണ്. ഇന്ത്യയുടെ എത്രയാണ്? 137ആണ്. ഫിഫയുടെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് സ്പെയിനാണ് കേട്ടോ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് നോക്കി വെച്ചോളാം. ഇന്ത്യയുടെ സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് കറക്റ്റായിട്ട് ഓരോ തവണ എക്സാമിന് മുമ്പ് കറക്റ്റായിട്ട് നോക്കി വെക്കണം. ഈ 2020 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേഗതയേറിയ പുരുഷ താരം ചോദിച്ചാൽ അത് ഒബ്ലിക് ഡേവിൻ. ആരാണ്? ഒബ്ലിക് ഡേവിനാണ്. ഒബ്ലിക് ഡേവിനാണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വേഗതയേറിയ പുരുഷ താരം. ഈ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് അമേരിക്ക ഉണ്ടോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ചോദിച്ചാൽ അതേതാണ്? അമേരിക്കയാണ്. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടുന്ന ജില്ലാതല കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? അത് കൊല്ലമാണ് കേട്ടോ. ഏതാണ്? കൊല്ലമാണ് സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യ ജില്ലാതല കുടുംബ യൂണിറ്റ്. ഇനി സബ് രജിസ്ട്രേഷൻ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്തുന്നതിന് വിജിലൻസിന്റെ സംസ്ഥാനതല മിന്നൽ പരിശോധന ഏതാണ്? സെക്യൂർ ലാൻഡ്. ഏതാണ്? സെക്യൂർ ലാൻഡ് ആണ് സബ് രജിസ്ട്രാർ ഓഫീസുകളെ. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ ഇത് ലാൻഡ് എന്ന് കാണുമ്പോൾ തന്നെ നോക്കാം. രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത് ലാൻഡിലെ കൂടുതൽ രജിസ്ട്രേഷൻ നടത്തുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പോകുമ്പോൾ കൂടുതൽ രജിസ്ട്രേഷൻ നടത്തുന്നത് എന്താണ്? ഈ സ്ഥലങ്ങളുമൊക്കെ ബന്ധപ്പെട്ടാണല്ലോ കൂടുതൽ നടക്കുന്നത്. അത് മാത്രമല്ല എങ്കിൽ പോലും അതാണല്ലോ കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അഴിമതികൾ എന്നിട്ടും അതിന് കൊടുക്കുന്ന പേരെന്തായിരിക്കും? സെക്യൂർ ലാൻഡ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേരായിരിക്കില്ല. അപ്പൊ അത് ഓർത്ത് നോക്കുക. സെക്യൂർ ലാൻഡ് ആണ് വിജിലൻസ് സബ് രജിസ്ട്രാർ ഓഫീസുകൾ അഴിമതി കണ്ടെത്താൻ നടത്തുന്ന മിന്നൽ പരിശോധന. ഈ 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആരാണ്? അത് ഡോക്ടർ ഷേർലി വാസു ആണ്. ആരാണ്? ഡോക്ടർ ഷേർലി വാസു ആണ് 2020 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. ആരാണ്? ഡോക്ടർ ഷേർലി വാസു. ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലയിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? അത് സുഭിക്ഷ കേരളമാണ്. എന്താണ്? സുഭിക്ഷ കേരളമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ വന്ന പദ്ധതിയുടെ പേര്. രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന പുതിയ മാസിക ഏതാണ്? അത് രാജഹംസ ആണ്. ഏതാണ്? രാജഹംസമാണ് രാജ്ഭവൻ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന പുതിയ മാസിക രാജഹംസം.
പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് വേണ്ടി മാനസിക പിന്തുണ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ചോദിച്ചാൽ ഏതാണ്? അത് സുരക്ഷാമിത്രം ഉണ്ട്. ഏതാണ്? സുരക്ഷാമിത്രമാണ് പുനർവിവാഹിതരായ അച്ഛനമ്മമാരുടെ കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അതാണ് സുരക്ഷാമിത്രം. ഇതിപ്പം കുറെ ഇതുണ്ടാവില്ല, നമുക്ക് ഈ അച്ഛനമാര് പിരിഞ്ഞിരിക്കുമ്പോൾ പറഞ്ഞ് കുട്ടികൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ മാനസിക പിരിമുറുക്കങ്ങളും അവർ പഠിത്തത്തെ അത് ബാധിക്കാറുണ്ട്. അവരുടെ ചിലപ്പോൾ ഈ മുന്നോട്ട് പോകുമ്പോൾ അവർ ഒരുപാട് ഈ ക്രിമിനൽ ഇതിലേക്ക് പോകുന്ന കുട്ടികൾ പോലും അവരുടെ ചെറുപ്പക്കാരൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നം അവരുടെ ഇതൊക്കെ അതിന് കാരണമാവും, അവരെ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ കൂടുതൽ ഇതായിട്ട് നമ്മൾ ഈ അവരെ കൂടുതൽ പിന്തുണ നൽകി അവർക്ക് ഇതാക്കാനുള്ള ഒരു മാനസികമായിട്ട് ഇതൊക്കെ ഉറപ്പ് നൽകാനായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നത് ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് സുരക്ഷാമിത്രം. അപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? സുഭിക്ഷ കേരളം. രാജ്ഭവൻ വിശേഷങ്ങളായി പുറത്തിറങ്ങുന്ന പുതിയ മാസിക ചോദിച്ചതാണ്? അത് രാജഹംസമാണ്. പുനർവിവാഹിതരായ അച്ഛനമ്മമാരും കുട്ടികൾക്ക് പഠന മാനസിക പിന്തുണ ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്രം. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർച്ചറി പ്രീമിയർ ലീഗ് വരാൻ പോകുന്നത് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ രാംചരനാണ്. തെലുങ്ക് സിനിമ നടൻ രാംചരനാണ് ഏത് ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആണ് രാംചരൻ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ്? അത് റഷ്യയാണ്. ആദ്യം ബ്രിക്സിന്റെ യുവജനോത്സവം നടത്താൻ പോവുക. ആ ബ്രിക്സ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത് ഇപ്പം ഇമ്പോർട്ടന്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ, ലോകത്ത് മൊത്തം. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കനെ എതിർത്തുകൊണ്ട് ഉയർന്നു വന്നൊരു ഇതാണല്ലോ ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഇപ്പം പ്രാധാന്യമാണ് കൂടിക്കൊണ്ട് വരികയാണ്. അവർ ബ്രിക്സിന്റെ നാണയങ്ങളൊക്കെ പുറത്തിറക്കുന്നു ബ്രിക്സ് ഇതായിട്ട്. അപ്പം ബ്രിക്സിന്റെ യുവജനോത്സവം, ആദ്യത്തെ ബ്രിക്സ് യുവജനോത്സവം നടത്താൻ പോവുകയാണ്. അതിന് വേദി എവിടെയാണ്? അത് റഷ്യയാണ് വേദി. ഇനി വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് നിലവിൽ വന്ന രാജ്യം ഏതാണ്? അത് മൊറോക്കയാണ് കേട്ടോ. ഇതിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? വിദേശത്തുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് എവിടെയാണ് വരുന്നത്? മൊറോക്കോ. ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. അത് മൊറോക്കോയിലാണ്. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസിഡർ ആരാണ്? രാംചരനാണ്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യയാണ്. വിദേശത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? അത് മൊറോക്കയാണ് കേട്ടോ. ഇനി 2020 സെപ്റ്റംബറിൽ ടെക് പ്രോസ്പെരിറ്റി ഡീൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അങ്ങനെ വെച്ചാൽ USA UK ആണ്. ടെക് പ്രോസ്പെരിറ്റി ഡീൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA UKയും. ഇനി മഹി ബൻസ്വാര ആണവ നിലയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ് കേട്ടോ. അത് ഓർത്ത് വെക്കുക. ഇനി മഹി ബൻസ്വാര ആണവ നിലയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത് വേണമെങ്കിൽ വേറെ രീതിയും ചോദിക്കാം. അത് രാജസ്ഥാനിൽ നിലവിൽ വരാൻ പോകുന്ന പുതിയ ആണവ നിലയ പദ്ധതി ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ വെച്ചാൽ എന്താ? മഹി ബൻസ്വാരയാണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ മഹി ബൻസാരയാണ്. ഈ മഹി ബൻസാര എവിടെയാന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്. ഈ യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ജൂപ്പിറ്റർ ആണ് കേട്ടോ. ഇത് IT ഇതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേണമെങ്കിൽ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ജൂപ്പിറ്റർ ആണ് യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഈ 2020 സെപ്റ്റംബറിൽ ടെക് പ്രോസ്പെരിറ്റി ഏതാണ് ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA UKയും. മഹി ബൻസ്വാര ആണവ നില എവിടെയാണ് നിലവിൽ വരുന്നത്? രാജസ്ഥാനില്. യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ജൂപ്പിറ്റർ. ഈ 2020 സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡുകൾ കൊടുത്തു. അതിൽ മികച്ച സംസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. 2020 സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് ഏതാണ്? അത് സാഹോയാണ് കേട്ടോ. എന്താണ്? സാഹോ. ഈ സാഹോ എന്ന് പറയുന്ന ഫിഫ അംഗീകരിച്ച ഔദ്യോഗിക പന്താണ്. അതിനാണ് പ്രത്യേക പേരൊക്കെ ഇട്ടിരിക്കുന്നത്. സാഹോ എന്നാണ് ഇത് സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്തിന്റെ പേര്. ഈ 2020 പരിസ്ഥിതി ആരോഗ്യ ദിനം എന്നാണ്? സെപ്റ്റംബർ 26 ആണ്. അതിന്റെ പ്രമേയം എന്താണ്? അത് ശുദ്ധവായു ആരോഗ്യമുള്ള ആളുകൾ. അതായത് 2020 പരിസ്ഥിതി ആരോഗ്യ ദിനം സെപ്റ്റംബർ 26 പ്രമേയം എന്താണ്? ശുദ്ധവായു ആരോഗ്യമുള്ള ആളുകൾ. എന്താണ്? ശുദ്ധവായു ആരോഗ്യമുള്ള ആളുകൾ. ഇപ്പൊ 2020 സെഗ്രികൾച്ചർ മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. 2020 സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് ഏതാണ്? സാഹോ. 2020 പരിസ്ഥിതി ആരോഗ്യ ദിനം ഏതാണ്? പ്രമേയം എന്താണ്? ശുദ്ധവായു ആരോഗ്യമുള്ള ആളുകൾ. ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന ഏറ്റവും പുതിയ സൈനിക അഭ്യാസം നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർ ആണ് കേട്ടോ. എന്താണ്? ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർ ആണ് ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന ഏറ്റവും പുതിയ സൈനിക അഭ്യാസം നൽകിയിരിക്കുന്ന പേര്. ഈ 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഔദ്യോഗിക ഗാനം എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം. എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം ആണ് 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് ഔദ്യോഗിക ഗാനം. എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം. ഈ തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി നിശ്ചയിച്ച സ്വയം സഹായത ഭട്ട യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുക. എന്താണ്? സ്വയം സഹായത ഭട്ട യോജന. എന്താണ്? സ്വയം സഹായത ഭട്ട യോജന. അതിന്റെ പ്രതിമാസം എത്ര രൂപ കൊടുക്കുന്നതെന്ന് ചോദിക്കാം. അത് പ്രതിമാസം എത്ര? 1000 രൂപയാണ് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് കേട്ടോ. അത് ആർക്കാണ് കൊടുക്കുന്നത്? തൊഴിലില്ലാത്ത ബിരുദധാരികൾ. ഇതിനകത്ത് തന്നെ കുറെ ക്വസ്റ്റ്യനുകൾ വരാം കേട്ടോ. അതായത് സ്വയം സഹായത ഭട്ട യോജന ആർക്കാണ് കൊടുക്കുന്നത് ചോദിക്കാം.
അത് ഏതാണ് തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക്. അത് ഏത് സംസ്ഥാനത്താണ് കൊണ്ടുവന്നത്? ബീഹാറിലാണ് കൊണ്ടുവന്നത്. അത് എത്ര രൂപയാണ് പ്രതിമാസം? അത് 1000 രൂപയാണ് കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല ചോദ്യമാണ് ഇത്. ഈ സ്വയം സഹായത ഭട്ട യോജന എന്ന് പറഞ്ഞ പദ്ധതിയുടെ പറ്റി. അപ്പം ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ കരനാവിക വ്യോമസേന സംയുക്തമായി നടത്തുന്ന ഏറ്റവും പുതിയ സൈനികാഭ്യാസം നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ഗോൾഡ് സ്റ്റാർ ആണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഔദ്യോഗിക ഗാനം ചോദിച്ചത് എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം ആണ്. ഇനി തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രി നിശ്ചയ് സ്വയം സഹായത ഭട്ട യോജന നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ് കേട്ടോ. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്റർ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? അത് സബർമതി. ഏഷ്യയിലെ ആട്ടോ, ഇന്ത്യയിലെ അല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ഓപ്പറേറ്റിംഗ് കമാൻഡ് സെന്റർ ആണ് ഇവിടെ സബർമതിയിലുള്ളത്. ഇനി ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? അമിത് ഖാരെയാണ് ട്ടോ. അതാണ് അമിത് ഖരെ. അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? അത് ഹർഷദീപ് സിംഗ് ആണ്. ആരാണ്? T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ. അങ്ങനെ വെച്ചാൽ ആരാണ്? അത് ഹർഷദീപ് സിംഗ് ആണ്. ആരാണ്? ഹർഷദീപ് സിംഗ്. ഇപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ഓപ്പറേഷൻ കമാൻഡ് സെന്റർ എവിടെയാണ് നിലവിലുന്നത്? അനാച്ഛാദനം ചെയ്തത് സബർമതിയില്. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയുടെ PA ആയിട്ട് നിയമിതനായാണ്? അത് അമിത് ഖാരെ. ആരാണ്? അമിത് ഖാരെയാണ്. അന്താരാഷ്ട്ര പുരുഷ T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? ഹർഷദീപ് സിംഗ് ആണ്. ആരാണ്? ഹർഷദീപ് സിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ട്ടോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയർ. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.